കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത്, നമ്മൾ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്നത് വേറെ ഏതോ ലോകത്തിലും ആകാം. അതായത് മുകളിലെ സ്വർഗത്തിൽ 7 ലോകമുണ്ട് എന്നാണല്ലോ പറയുന്നത്. അതിൽ ഒന്നിലാണ് നമ്മളുള്ളത്. അപ്പം ഇവിടുത്തെ ഭൂമിയിൽ നിന്ന് ജനിച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും ലോകത്തിലും ഭൂമിയിൽ അവിടെയുള്ള ഭൂമിയിലും ജനിക്കാം. അതാണ് കഴിഞ്ഞതിൽ പറഞ്ഞത്. ഇനി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏകദേശം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പറയുന്നത്. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്ര നേടുന്നു കർമ്മങ്ങൾ, സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്ര നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻ ഫലം ഒടുങ്ങിടുമത്തൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ ഗ്രഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനമൊരിടത്തിരുന്നിട്ടു വിറ്റുണെന്നു പറയും കണക്കിനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, കീഴ്മേൽ മറ്റും മണ്ടുന്ന ജീവൻ പോ, കീഴേയും മുകളിലോട്ടേക്കുമായിട്ടാണ് ഈ ജീവൻ ഇങ്ങനെ മണ്ടുന്നത്. ജീവൻ വന്ന് ഭൂമിയിൽ വെച്ച് ഭൂമിയിലുള്ള വസ്തുക്കളെ കൊണ്ടുള്ള ശരീരത്തിൽ കടന്നിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ട് മരിക്കുമ്പോൾ ഈ ജീവൻ, അപ്പം ജീവനാണ് യഥാർത്ഥത്തിൽ ജീവനാധാരമായ ജീവാത്മാവ് അല്ലേ പരമാത്മാവ് എന്നെല്ലാം പറയാം. അതിനെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് പിന്നീട് ആത്മാവെന്ന് പൊതുവെ പറയാം. ഈ ആത്മാവാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പം ഭൂമിയിൽ വരുന്നു, അതിൽ പാതാള ലോകത്ത് നിന്ന് ഭൂമിക്കടിയിൽ നിന്നുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശരീരം നിർമ്മിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് അത് ഭൂമിയിൽ ജനിച്ചതിൻ്റെ ശേഷം മരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തെ ഇവിടെ കളഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോയിട്ട് അങ്ങനെ വന്നും പോയിരിക്കുന്നുണ്ട്. ആ വന്നും പോയിരിക്കുന്നത് ഭൂമിയിലും സ്വർഗവുമായിട്ടാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ഈ 7 ലോകങ്ങളിലും പലയിടത്തായിട്ട് ഭൂമികളുണ്ട്. അതെല്ലാം പ്രപഞ്ചഘടന മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വ്യക്തമാണ്. പിന്നീട് അടുത്ത് തന്നെ വേദപഠന ക്ലാസ് ആരംഭിക്കുന്നുണ്ട്, അതിൽ മനസ്സിലാകും. അപ്പം ഇങ്ങനെ കീഴിലും മുകളിലുമായിട്ട് ജീവൻ മണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എവിടെയേ പറ്റുള്ളൂ? ഇങ്ങനെ കീഴിയും മുകളിലും പോകുന്നതിനടുത്ത് കർമ്മം ചെയ്യാൻ ഭൂമിയിൽ നിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മണ്ടുന്നത്? ഭൂമിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ജനിക്കുകയാണ്. അതായത് അതാത് ഭൂമികളിൽ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇത് അവിടെ ജനിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മങ്ങൾ തീരുമ്പം മുകളിലോട്ടേക്ക് പോകുന്നു. പിന്നെ വേറെടുത്ത് കർമ്മം ചെയ്തിട്ട് അന്നേരം ജനിക്കുന്നു. അങ്ങനെ കൃതയുഗം തുടങ്ങിയിട്ട് കലിയുഗത്തിൻ്റെ അവസാനം വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭൂമിയിലാണ് കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ മുകളിലോട്ടേക്കും താഴത്തോട്ടേക്കുള്ള പോക്ക്. എന്നിട്ടോ സീമയില്ലാതോളം പല കർമ്മങ്ങൾ. ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾക്കൊന്നും ഒരു കണക്ക്. എന്തെല്ലാം ജോലികളാണ് ഇവിടെ മനുഷ്യർ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ചൊക്കെ. ജീവജാലങ്ങൾ പല കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യർ എന്തെല്ലാം ജോലികളാണ് ഇവിടെയുള്ളത്. ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പലതരം ജോലികളുണ്ട്. അടുക്കള ജോലി തൊട്ട് പറമ്പത്തുള്ള ജോലി തൊട്ട് കൃഷി തുടങ്ങിയിട്ട് വ്യവസായം തുടങ്ങിയിട്ട് കച്ചവടം തുടങ്ങി ഇങ്ങനെ മറ്റേ ബഹിരാകാശ ഗവേഷണം, പഠിപ്പ്, വിദ്യാഭ്യാസം, ഇങ്ങനെ എന്തെല്ലാം തരം ജോലികളാണ്. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിൽ നിന്നത്രേ നേടുന്നു ജീവന്മാർ. ഇതെല്ലാം ഭൂമിയിൽ കിടന്നിട്ടാണ്
ഇതെല്ലാം പഠിച്ച് ജ്ഞാനം നേടി പ്രയോഗിച്ചിട്ട് ഭൂമിയിൽ പുരോഗതി ഉണ്ടാക്കുന്നത്. ഹൃദയുഗം തൊട്ട് അവസാനം കലിയുഗെത്തുമ്പോൾ വളരെ സുന്ദരമായ ഒരു ലോകം, മനുഷ്യരെല്ലാ ജ്ഞാനവും നേടിയ മനുഷ്യൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഈ കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ജനിച്ചും മരിച്ചും ചെയ്യുന്നത്. ഇനി എന്താണ് പറയുന്നത്? അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളിൽ ഓരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. അന്യലോകങ്ങളിൽ ഓരോന്നിൽ. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയാം, നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ഇവിടെ തന്നെയല്ല, അന്യലോകങ്ങളുണ്ട്, 7 ലോകങ്ങളുണ്ട്. അവിടെയെല്ലാം പോയിട്ടാണ് ഭുജിക്കുന്നത് നമ്മുടെ കർമ്മഫലം. ഇപ്പൊ ഇവിടെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജനിക്കുന്നത് വേറെ ഏതെങ്കിലും ലോകത്തിലാണ്. നമുക്ക് ഇവിടെ കിടന്നിട്ട് വലിയ ആഗ്രഹങ്ങളുണ്ട്, ചന്ദ്രനിൽ പോകണം, ഒന്ന് ചന്ദ്രനിൽ പറ്റുമെങ്കിൽ ഒന്ന് സൂര്യൻ്റെ ഒന്ന് പോയി നോക്കണം, നല്ല ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെയൊന്നും ആവശ്യമില്ല. പോകണം, അതിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം അവിടെ പോകണം എന്നുള്ള ആഗ്രഹമൊന്നും വേണ്ട. നമ്മൾ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ലോകങ്ങളുണ്ട്, ആകെ 7 ലോകമല്ല, ആ ലോകത്തിലെ എല്ലായിടത്തും നമ്മൾ പോയി ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പോയി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കും ഇവിടെ എന്താ ഉള്ളത് ഇപ്പൊ നമ്മളുണ്ട്. അതിൽ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ജനിച്ചിട്ടല്ലാണ്, അവിടെയെല്ലാം കർമ്മം ചെയ്തിട്ടാണ് മരിച്ചിട്ട് ഇവിടെ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ഇവിടെ എന്താ ഉള്ളതെന്നുള്ള ആകാംക്ഷയൊന്നും വേണ്ട. നമ്മളെല്ലായിടത്തും എത്തുന്നുണ്ട്, ഇന്നടുത്ത് മാത്രമൊന്നുമല്ല. ഇപ്പോഴിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്ന് ചന്ദ്രനിൽ എന്താണുള്ളത്, അപ്പുറം എന്താണുള്ളത്, അതൊന്നുമല്ല. അതിൻ്റെ അപ്പുറം എന്തുണ്ട് എന്നല്ല, ഒന്നുമല്ല. നമ്മൾ അവിടെയെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എത്തുന്നത് ചിലപ്പോൾ ഇവിടെ തന്നെ. കർമ്മഫലം ശരിയല്ലെങ്കിലും ചിലപ്പോൾ ഇവിടെ തന്നെയായിരിക്കും ജനിക്കുക. പക്ഷെ നല്ലതാണെങ്കിൽ അവിടെ പോകുമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഭാഗ്യം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്ത ഒരു ഫലം. കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് പറ്റുന്നത്? നമ്മൾ പറയില്ല, നീ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഇന്നടുത്ത് കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാം എന്നെല്ലാം പറയല്ലോ, പഠിച്ച നല്ല മാർക്കെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല കർമ്മം ചെയ്യുകയാണെങ്കിലുള്ള ഒരു ഓഫറാണ്. എവിടെ പോകാം? മറ്റുള്ള 7 ലോകങ്ങളിലും കറങ്ങി അടിച്ച് നടക്കാം. അത്തരത്തിൽ അതിനെ കണ്ടാൽ മതി. ഒരു പ്രോത്സാഹനം, കർമ്മം ചെയ്യാനുള്ള, നല്ല കർമ്മം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായി. അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ കിടന്ന്, ഈ ഭൂമിയിൽ തന്നെ കിടന്ന്, ഈ നമ്മൾ ജനിച്ച് ഈ ചുറ്റുവട്ടത്തെ തന്നെ കിടന്ന് കറങ്ങേണ്ടി വരും. അന്യനാടുകളെല്ലാം കാണണ്ടിക്കില്, 7 ലോകങ്ങളും കാണണ്ടിക്കില് നല്ല കർമ്മങ്ങൾ ചെയ്താൽ കൊള്ളാം, അവിടെ എത്തും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്നത് അവിടെയായിരിക്കും. അപ്പം തങ്ങൾ ചെയ്ത ഒരു കർമ്മത്തിൻ ഫലം ഒടുങ്ങിയിടുന്നതപ്പോൾ ഒരു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്ന് നേടുന്നു പിന്നെയും തൻ്റെ ഗൃഹത്തിങ്കിൽ നിന്ന് കൊണ്ടുപോകുന്ന ധനമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്ന് വിറ്റ് തിന്നുന്നത് പോലെ. ഉദാഹരണ സഹിതം പറഞ്ഞാണ്, നമ്മൾ കുറേ അധ്വാനിച്ച് കുറേ സ്ഥലമെല്ലാം നേടിയിട്ട് അതെല്ലാം പിന്നെ വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് അനുഭവിക്കുന്നത് പോലെ നമ്മളെ കർമ്മങ്ങൾ വിറ്റിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്ഥലം വിറ്റിട്ട് നമ്മൾ വേറെ നാടെല്ലാം കാണാൻ പോകുമല്ലോ, അതുപോലെ ഇവിടെ കർമ്മങ്ങൾ വിറ്റിട്ട് നല്ല കർമ്മമെല്ലാം ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് വേറെ നാട്ടിൽ പോയിട്ട് അവിടെ സൂഹിക്കാം. എങ്ങനെ സൂഹിക്കാം? ഇവിടെ നമ്മളിപ്പോൾ ഗോത്ര കാലഘട്ടത്തിലാണെന്ന് വിചാരിച്ചോളൂ ജീവിക്കുന്നത്. ഒരു പുരോഗമനമില്ല, ഒരുമാതിരി പഴഞ്ച സ്ഥലം, കുറേ മലകളും കുന്നുകളിലുണ്ട്, ഗുഹയിലെല്ലാം താമസിക്കുന്ന നമ്മൾ നല്ല കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ചില വേറൊരു ലോകത്തിൽ പോയാൽ ചിലപ്പോൾ അവിടെ ജനിക്കുന്നത് നല്ല കലിയുഗത്തിലായിരിക്കും, നല്ല സുന്ദരമായ കെട്ടിടങ്ങളിലുള്ള സ്ഥലത്തായിരിക്കും ജനിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സൂഹിക്കാം. നേരെ മറിച്ച് ഇവിടെ നമ്മൾ കലിയുഗത്തിൽ ഇപ്പോൾ ഏകദേശം നല്ല പുരോഗതിയെല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് നമ്മളെ കർമ്മം ശരിയായില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വേറെ ഗ്രഹത്തിൽ പോയാൽ നമ്മൾ ജനിക്കുന്നത് ചിലപ്പോൾ എവിടെയായിരിക്കാം? ഗോത്ര കാലഘട്ടത്തിലെ അടിമകളെ പോലെയുള്ള സ്ഥലത്തായിരിക്കും പോയി ജനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ അടിമകളായിട്ടെല്ലാം കഴിയേണ്ടി വരും ചിലപ്പോൾ. പറയാൻ പറ്റൂലേ എവിടെയാണ് ജനിക്കുക? ഇതെല്ലാം ഈശ്വരൻ്റെ വിലാസങ്ങൾ നിന്ന് നേരത്തെ പറഞ്ഞു വെച്ചില്ലേ. അപ്പോൾ നമ്മൾ കർമ്മം നല്ലയാക്കിയാൽ ചിലപ്പോൾ അവിടെ നല്ല പുരോഗതി ഉള്ള സ്ഥലത്തിൽ പോയി ജനിക്കും. അല്ലെങ്കിൽ ചിലപ്പം വല്ല ഗോത്ര കാലഘട്ടത്തിൽ വല്ല കാട്ടിലോ കാട്ടാളന്മാരായിട്ടോ എല്ലാം ജനിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പോയി നരയിക്കേണ്ടി വരും.
ഈ നല്ലൊരു കലിയുഗത്തിൽ നല്ല സുന്ദരമായ ലോകത്ത് ജീവിച്ച നമ്മൾ അവിടെ പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവിടെ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തൊരു കർമ്മത്തിൻ്റെ ഫലം അവിടെ പോയിട്ട് അനുഭവിക്കാം. നല്ല കർമ്മങ്ങളെല്ലാം ചെയ്താൽ ഇവിടെ നിന്നുള്ള സ്വത്തെല്ലാം വിറ്റിട്ട് അവിടെ പോയി സുഖിക്കുന്നവരെ സുഖിക്കാം. നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന സ്ഥലത്തിനെ കാട്ടി നല്ലൊരു ഡെവലപ്പായ സ്ഥലത്താണ്. നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പം കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലവും ഒരേപോലെയാണ്. ചിലയിടത്ത് വളരെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, ചിലപ്പോഴത്തിന് കുഗ്രാമായിരിക്കും. ഇപ്പം ജനിക്കുന്നത് ഇവിടെ തന്നെ ജനിച്ചു കഴിഞ്ഞാലും പലയിടത്തും ഇങ്ങനെയെല്ലാം ജനിക്കാം. പിന്നെ വല്ല ആഫ്രിക്കയിലോ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഇവിടെ തന്നെ അങ്ങനെ പലതരത്തിലും ജനിക്കാൻ അടുത്ത ജന്മം ഏത് തരത്തിലൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ തെറി പറയുന്ന ശത്രുവിൻ്റെ വീട്ടിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നാളെ പോയി ജനിക്കുന്നത്. അടുത്ത വീട്ടിലെ നമ്മളെ ശത്രുക്കളാണെന്ന് വെച്ചോളൂ. അത് ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ എന്തോ ആകാം, എന്തെല്ലോ പേരിൽ ശത്രുതയാണ്. ഇവിടെ ഇരുന്നിട്ട് എപ്പോഴും അവരുമായിട്ട് അടിപിടി കൂടുന്ന ഒരാളേക്കും പിന്നെ നമ്മൾ നാളെ പോയി ജനിക്കുന്നത്. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് പിന്നെ അടിപൊളി കൂടേണ്ടി വരും. അപ്പം ഇവിടെ തന്നെ ഇതെല്ലാം സംഭവിക്കാം. പക്ഷെ എന്നാലും ഈ സുന്ദരമായ ലോകങ്ങൾ വേറെ ഉണ്ടായി. 7 ലോകത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം അവിടെയെല്ലാം പുനർജനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിറ്റിട്ട് അവിടെ പോയി സൂയിക്കണ്ടിക്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തായിരിക്കണം? നല്ലത് ആയിരിക്കണം. അപ്പം ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് കീഴ്മെലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്ര നേടുന്നു കർമ്മങ്ങൾ, സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്ര നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടനന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻ ഫലം ഒടുങ്ങിടുമത്തൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ ഗ്രഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനമൊരിടത്തിരുന്നിട്ടു വിറ്റുണെന്നു പറയും കണക്കിനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ